ഹലോ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചോ? നമ്മളും പെരുന്നാൾ ആഘോഷമൊക്കെ ഒരുപാടുണ്ടായിരുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി പെരുന്നാളായിട്ട് കുറച്ച് കറക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഡ്യൂട്ടിക്ക് കയറി. ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനമായ ആട്ടോ ഫീൽഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ചെറിയൊരു ഓട്ടം കിട്ടി. നമ്മൾ വർക്കലയിൽ മംഗല മെഡിക്കൽ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ വർക്കലക്കാർക്കെല്ലാം അറിയാം, ജവഹർ പാർക്കിലാണ് സ്ഥലം. അപ്പോഴത് വീട്ടിനടുത്തുള്ളവരാണ്. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും, ഇപ്പോൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ വരുമായിരിക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായാലും പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പേര് ഇത് എനിക്ക് മെസ്സേജ് ചോദിച്ചു, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, നാട്ടിൽ നിന്നാൽ പച്ച പിടിക്കുമ്പോൾ നാട്ടിൽ നിന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജോലിയുണ്ട്, ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആട്ടോ തന്നെ ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ വരവുണ്ട്, അതേണക്ക് തന്നെ ചിലവുമുണ്ട്. എന്നുവെച്ചാൽ നീതിയൊന്നും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഡീസൽ അടിക്കണം, വീട്ടിൽ ചിലവ്, പിന്നെ വണ്ടിക്ക് വേണ്ടി മെയിൻ്റനൻസിന് മാറ്റി വയ്ക്കണം. പിറ്റേ ദിവസം അതേയാണ് റൊട്ടേഷൻ. എന്ന് 1000 കിട്ടണമെന്നില്ല, 700 കിട്ടാം, 600 കിട്ടാം, 500 കിട്ടാം, 300 കിട്ടാം, ചിലപ്പോൾ 2000 കിട്ടാം. അത് ഓരോ ദിവസത്തെ ഓരോ രീതിയായിരിക്കും. അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം അവന് പ്രധാനപ്പെട്ടൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഫീൽ പെരുന്നാളിൻ്റെ തലേദിവസം, അതായത് സൗദിയിലൊക്കെ പെരുന്നാൾ ആ ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടു. ഞാൻ ഈദ് മുബാറക്ക് അയച്ചപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, വിഷ്ണു സുഖമാണോ, എന്തെല്ലാണ്ട് വിശേഷങ്ങൾ, എന്താണെന്ന്, നാട്ടിൽ തന്നെയാണോ, പരിപാടിയാണോ, വേറെ വെളിയിലോട്ട് തിരിച്ച് വന്നോ, എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് കുറച്ച് നേരം മെസ്സേജൊക്കെ അയച്ചു. നല്ലൊരു മനുഷ്യൻ കേട്ടോ. നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലവർ പിന്നെ മൈൻഡ് ചെയ്യാറില്ല. ഇതിപ്പം നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, തിരിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, നല്ല കിട്ടും. അതിനിടയ്ക്ക് നമ്മൾ കൂട്ടുകാർ 1-2 വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നു. പക്ഷേ സംഭവം റിട്ടേൺ ഡ്രൈവറായിട്ട് പോലും ശമ്പളം കറക്റ്റായിട്ട് ഇല്ല കേട്ടോ. 1700, 1800 ആണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വലിയതായിട്ട് കൈ കൊടുത്തിട്ടില്ല. ഇനി എന്തായാലും വരികയാണെങ്കിൽ ഒരു ഉപകാരമുള്ള നല്ലൊരു കമ്പനി ജോലി നോക്കിയിട്ടാണ് വരുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വണ്ടി ഇടയ്ക്ക് ടെസ്റ്റൊക്കെ ആയിരുന്നു. വണ്ടി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വണ്ടി ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് വീട്ടിൽ ഒരു 2020 മേടിച്ച് വെച്ചൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ വെച്ചിരുന്ന സെറ്റായിരുന്നു. സംഭവം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മാത്രമേ പാട്ട് കേട്ടുള്ളൂ. അതിന് ശേഷം എനിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ഞാൻ വന്നു. ഇപ്പോൾ ഈ സെറ്റിൻ്റെ കോലം ഇങ്ങനെ ആയിട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോർഡിൽ നിന്നും 2-3 വയറൊക്കെ വിട്ടുപോയി, ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ഇത് തിരിച്ച് ഒരു കടയിൽ കൊണ്ടുപോയിട്ട് എല്ലാം സോൾഡർ ചെയ്ത് ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വണ്ടിയിൽ സെറ്റ് വയ്ക്കണം. ഇവിടെ ഒരു ക്ലാമ്പ് ആൾറെഡി ഞാൻ മുന്നേ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സെറ്റ് ഉണ്ട്, കുഴപ്പമൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടാണ് ക്ലാമ്പ് അടിച്ചത്, സെറ്റ് നോക്കാതെ. ഇപ്പം വീട്ടിൽ പോയിട്ട് പഴയ അലമാരയൊക്കെ തപ്പി സാധനം എടുത്തപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ഒന്നേ ഇത് നമുക്ക് ശരിയാക്കി എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു പുതിയത് മേടിച്ച് വെക്കണം. പുതിയത് ലോക്കലൊക്കെ മേടിച്ച് വെച്ചാൽ 600-700 രൂപയ്ക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ അന്ന് വാങ്ങിയത് 1500 ആണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി നല്ല പവറായിരുന്നു. പക്ഷേ 2-3 ദിവസം മാത്രമേ ഇത് കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയിൽ നിന്നെല്ലാം അഴിച്ചു വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ വീണ്ടും പഴയ കണക്ക് തന്നെ ആട്ടോ ഫീൽഡിലോട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഓട്ടോറിക്ഷയും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതുവരെ നമുക്കൊന്ന് സപ്പോർട്ടും സഹകരണത്തിനും എല്ലാം നന്ദി. ഇനിയും മുന്നോട്ട് ഇതുണ്ടാവണം. പിന്നെ ഒരിക്കൽ കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് നമുക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഒരേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിലെ നിയമം അനുസരിച്ച് ഇന്ന് പറയുന്നതായിരിക്കില്ല, നാളെ അവിടെ ഓരോ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ റൂൾസും ഫൈനും ആയിരിക്കത്തില്ല നാളെ. ഓക്കെ, അപ്പോഴതൊക്കെയാണ് പറയുന്നത്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഡൗട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ബൈ.